ഗുഡ് മോർണിംഗ്. ഫിസിക്സിൻ്റെ തേർഡ് യൂണിറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റും സെക്കൻഡ് യൂണിറ്റ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്ററിൽ മാഗ്നറ്റിസവുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് പഠിക്കുന്നത്. What is magnet? You know, magnet is a substance that attract iron or iron-like substance. നിങ്ങൾ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള മാഗ്നറ്റ് കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബാർ മാഗ്നറ്റ്, യു ഷേപ്പ് മാഗ്നറ്റ്, റിംഗ് മാഗ്നറ്റ്, ഡിസ്ക് മാഗ്നറ്റ് എക്സെട്ര. ഇത് ഒരു റിംഗ് മാഗ്നറ്റാണ്. ഇതേപോലെ നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ ബാർ മാഗ്നറ്റ് പഠിച്ചു. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്? നിങ്ങൾക്കറിയാം, ഒരു മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. ഇപ്പോൾ 2 മാഗ്നറ്റ്, ഈ 2 മാഗ്നറ്റിൻ്റെയും നോർത്ത് പോള് അല്ലെങ്കിൽ സൗത്ത് പോള് അടുത്തു വരുമ്പോൾ എന്ത് സംഭവിക്കും? അവ തമ്മിൽ റിപ്പൽ ചെയ്യും. ഇനിയും ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും വേറൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും കൂടി അടുത്തു വരുമ്പോൾ എന്ത് സംഭവിക്കും? അവ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ലൈക്ക് പോൾസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ മാഗ്നറ്റിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ലൈക്ക് പോൾസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി, ദി ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓൾവേസ് അലൈൻസ് ഇറ്റ്സെൽഫ് ഇൻ ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. നിങ്ങൾക്കറിയാം, ഒരു മാഗ്നറ്റിന് ചുറ്റും ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ? ആ ഫോഴ്സിന് പറയുന്നത് പേരാണ് മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള ആ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നുകൂടെ പറയാം, ഒരു ബാർ മാഗ്നറ്റ്, ആ ബാർ മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. അപ്പോൾ ആ ബാർ മാഗ്നറ്റിന് ചുറ്റും, അതായത് ഇതൊരു ബാർ മാഗ്നറ്റാണ്, ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും, ഈ ബാർ മാഗ്നറ്റിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ മാഗ്നറ്റിൻ്റെ ചുറ്റുമുള്ള ആ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ദാറ്റ് ഈസ് the area around the magnet in which the magnetic force is experienced is called a magnetic field. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈൻസ് വെച്ചാണ്. കണ്ടോ? ഇതേപോലെ ഈ മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈൻസ് ആണ്. ഈ ലൈൻസിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ദിസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അറൈസസ് ഫ്രം നോർത്ത് ടു സൗത്ത്. ഇതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഔട്ട്സൈഡ് ദി മാഗ്നറ്റ്, ഇറ്റ്സ് ഡയറക്ഷൻ, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത്. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ടോട്ടൽ നമ്പറിന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ശ്രദ്ധിക്കുക, ഇതൊരു ബാർ മാഗ്നറ്റ്, ഈ ബാർ മാഗ്നറ്റിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഒരു ഏരിയയ്ക്ക് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈൻസ് ഉപയോഗിച്ചാണ്. ഈ ലൈൻസിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ടോട്ടൽ നമ്പറിനാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്.
That is, magnetic flux is the number of magnetic lines of force passing through the surface. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഫോംസ്. ഏതൊക്കെയായിരുന്നു? ഇലക്ട്രിക്കൽ എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, മെക്കാനിക്കൽ എനർജി, കെമിക്കൽ എനർജി. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമുക്ക് മാഗ്നറ്റിക് എനർജിയെ എങ്ങനെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ വെച്ചിരുന്നാൽ ആ കണ്ടക്ടറിന്മേൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് മൂലം ആ കണ്ടക്ടറിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ആ കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റ് മൂലം അവിടെ ഒരു ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇതിനെക്കുറിച്ച് കൂടുതലായി എക്സ്പെരിമെൻ്റ് നടത്തിയത് മൈക്കൽ ഫാരഡേ എന്ന സയൻറ്റിസ്റ്റാണ്. ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. അദ്ദേഹം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ, മാഗ്നറ്റിക് ഫീൽഡിലിരിക്കുന്ന ഒരു കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റ് മൂലം അവിടെ ഒരു ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് കൂടുതൽ എക്സ്പെരിമെൻ്റ് നടത്തി. അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെൻ്റ് നമുക്ക് നോക്കാം. ഈ ഒരു എക്സ്പെരിമെൻറ്റിന് അദ്ദേഹം എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു സോളിനോയിഡ്. നിങ്ങൾക്കറിയാം സോളിനോയിഡ് എന്താണെന്ന്. ഇറ്റ്സ് എ കണ്ടക്റ്റിംഗ് വയർ wound in the shape of a helix. അതായത് ഒരു ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയെടുത്ത ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയലാണ് സോളിനോയിഡ്. അതായത് ഒരു വയറ്, ആ വയറ് ഇങ്ങനെ ഹെലിക്കൽ ഷേപ്പിൽ അല്ലെങ്കിൽ സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയിരിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് സോളിനോയിഡ്. ഈ സോളിനോയിഡ് ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഗാൽവനോമീറ്റർ G എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഗാൽവനോമീറ്റർ എന്ന് വെച്ചാൽ ടു ഡിറ്റക്ട് ആൻഡ് മെഷർ ആൻ ഇലക്ട്രിക് കറൻറ്റ് ഇൻ എ സർക്യൂട്ട്. അപ്പോൾ ഇതാണ് ഒരു ഗാൽവനോമീറ്റർ. അത് വെറുതെ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് അതിനകത്തൊരു നീഡിലുണ്ട്. ആ നീഡിൽ ഡിഫ്ലക്ഷൻ 0 ആയിട്ടായിരിക്കും കാണിക്കുക. അപ്പോൾ 0ക്ക് റൈറ്റിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്യാം, ലെഫ്റ്റിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്യാം. റൈറ്റിലേക്കും റീഡിങ് 10, 20, 30 അങ്ങനെയുണ്ട്. അതേപോലെ ലെഫ്റ്റിലേക്കും 10, 20, 30 അങ്ങനെ റീഡിങ്സ് ഉണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന പൊസിഷനിൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് അദ്ദേഹം എടുത്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇതൊക്കെയാണ്: ഒരു ബാർ മാഗ്നറ്റ്, ഒരു സോളിനോയിഡ്, ഒരു ഗാൽവനോമീറ്റർ. അപ്പോൾ സോളിനോയിഡ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു കണ്ടക്റ്റിംഗ് വയറാണ്. ആ വയർ അതിൻ്റെ 2 എൻഡ് ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ഇതിനടുത്ത് നമ്മളൊരു ബാർ മാഗ്നറ്റ് വെച്ചിരിക്കണം. ഇപ്പോൾ ഈ ബാർ മാഗ്നറ്റും സോളിനോയിഡുമായിട്ട് കണക്ഷൻ ഒന്നുമില്ല. ഈ സോളിനോയിഡിൻ്റെ അടുത്ത് നമ്മളൊരു ബാർ മാഗ്നറ്റ് വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറുണ്ട്. അപ്പോൾ ബാർ മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന അവസരത്തിൽ ഈ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷനൊന്നും സംഭവിക്കില്ല. ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ 0 പൊസിഷനായിരിക്കും കാണിക്കുക. അതായത് 0 ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ അതുവഴി കറണ്ട് പാസ് ചെയ്യുന്നില്ല. ഗാൽവനോമീറ്റർ എന്ന് വെച്ചാൽ കറണ്ടിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ കറണ്ട് മെഷർ ചെയ്യാനായിട്ടുള്ള ഡിവൈസാണ് ഗാൽവനോമീറ്റർ. അപ്പോൾ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന അവസരത്തിൽ
ഗാൽവനോമീറ്ററിൽ അല്ലെങ്കിൽ ഈ സോളിനോയിഡിൽ ഇലക്ട്രിക് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നില്ല. നെക്സ്റ്റ് കേസ്, when the magnet moves towards the solenoid or when the magnet moves inside the solenoid, what happens to the galvanometer? This galvanometer deflects towards right side. അതായത് ഈ മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ് സോളിനോയിഡിനുള്ളിലേക്ക്, അതായത് ഈ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണിത്, ഈ നോർത്ത് പോള് സോളിനോയിഡിനുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഗാൽവനോമീറ്റർ നീഡിൽ ഡിഫ്ലക്ട്സ് ടുവേഴ്സ് റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഈ സോളിനോയിഡിൽ കൂടി ഒരു കറൻറ്റ് ഫ്ലോ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ സോളിനോയിഡിൽ കൂടി ഒരു കറൻറ്റ് ഫ്ലോ ചെയ്തു, അതിൻ്റെ ഫലമായിട്ടാണ് ഗാൽവനോമീറ്റർ റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ മാഗ്നറ്റ് സോളിനോയിഡിനുള്ളിൽ വെച്ചിരിക്കുക. When the magnet is kept stationary inside the solenoid, what happens to the galvanometer? And this galvanometer does not deflect. അതായത് ഈ സോളിനോയിഡിനുള്ളിൽ ബാർ മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്ന അവസരത്തിൽ ഈ സോളിനോയിഡിൽ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നില്ല. അതാണ് ഗാൽവനോമീറ്റർ ഡസ് നോട്ട് ഡിഫ്ലക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേസ്, when this magnet moves away from the solenoid, what happens to this galvanometer? Yes, this galvanometer deflects towards left side. അപ്പം മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് സോളിനോയിഡിനുള്ളിലേക്ക് കയറ്റിയപ്പോൾ ഗാൽവനോമീറ്റർ റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ ഈ മാഗ്നറ്റ് സോളിനോയിഡിൽ നിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ ഈ ഗാൽവനോമീറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് കേസ്, ഈ മാഗ്നറ്റും ഈ സോളിനോയിഡും രണ്ടും ഒരേ സ്പീഡിൽ, ഒരേ ഡയറക്ഷനിൽ, ഒരേ പ്ലെയിനിൽ മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. എങ്ങനെയാണ്? when the magnet and the solenoid are moved on the same plane with same speed at the same direction. ഒരേ ഡയറക്ഷനിൽ, ഒരേ സ്പീഡിൽ, ഒരേ പ്ലെയിനിൽ മാഗ്നറ്റും സോളിനോയിഡിനും കൂടെ മൂവ് ചെയ്യുമ്പോൾ ദിസ് ഗാൽവനോമീറ്റർ ഡസ് നോട്ട് ഡിഫ്ലക്റ്റ്. കാരണം രണ്ടും ഒരേ സ്പീഡിൽ, ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കില്ല. ദാറ്റ് മീൻസ് നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദിസ് സോളിനോയിഡ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ സംഭവിക്കുക? when the magnet moves towards or away from this solenoid, this galvanometer deflects towards right or left. Okay, this experiment is known as Faraday's experiment. When the south pole of the magnet moves towards the solenoid, what happens to the galvanometer? മുമ്പേ നമ്മൾ പറഞ്ഞു നോർത്ത് പോൾ സോളിനോയിഡിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടായിരുന്നു? റൈറ്റിലേക്ക്. ഇനി നോർത്ത് പോളിന് പകരം സൗത്ത് പോൾ സോളിനോയിഡിനുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ഗാൽവനോമീറ്റർ അഗെയിൻ ഷോസ് ഡിഫ്ലക്ഷൻ ബട്ട് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഡിഫ്ലക്റ്റ് ടുവേഴ്സ് ലെഫ്റ്റ്. ഓക്കെ, നോർത്ത് പോൾ സോളിനോയിഡിനുള്ളിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഗാൽവനോമീറ്റർ റൈറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തെങ്കിൽ സൗത്ത് പോൾ സോളിനോയിഡിനുള്ളിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഗാൽവനോമീറ്റർ ലെഫ്റ്റ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. ഇനി മാഗ്നറ്റ് സ്റ്റേഷനറി ആയിട്ട് വെക്കുന്നു, സോളിനോയിഡ് മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെയും ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ സംഭവിക്കും. ഒന്നുകിൽ മാഗ്നറ്റ് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ സോളിനോയിഡ് മൂവ് ചെയ്യിക്കുക. എങ്ങനെ മൂവ് ചെയ്യിച്ചാലും ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. അതായത് ഈ മാഗ്നറ്റ് സോളിനോയിഡിനുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? The magnetic flux changes or magnetic lines of force. Magnetic flux changes. That is, the rate of magnetic flux increases when the magnet moves inside the solenoid. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അല്ലെങ്കിൽ റേറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ ഒരു EMF ആ സോളിനോയിഡിനുള്ളിൽ ഉണ്ടാവും. when the magnet moves inside the solenoid,
the magnetic flux or rate of magnetic flux increases, or rate of change of magnetic flux increases, as a result, an EMF is induced in the solenoid. That means an electric current is induced in that solenoid. This phenomenon is called electromagnetic induction. That is, whenever there is a change in magnetic flux linked with the coil, an EMF or electricity is induced in the coil. This phenomenon is called electromagnetic induction. ഇവിടെ മാഗ്നറ്റ് സോളിനോയിഡിനുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു EMF അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്നതൊന്നുമല്ല, സോളിനോയിഡിനുള്ളിലേക്ക് മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ സോളിനോയിഡിനുള്ളിൽ ഒരു EMF ഇൻഡ്യൂസ് ആണ്. ഇങ്ങനെയുള്ള EMFന് പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് EMF. അതായത് ഇൻഡ്യൂസ്ഡ് എന്ന് വെച്ചാൽ ഉണ്ടാകുക, ഒരു EMF അവിടെ ഉണ്ടാകുന്നു. മാഗ്നറ്റ് നമ്മൾ മൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ EMF അതിനെ ലോസ്റ്റ് ആകും. And current thus induced is called induced current. Then what are the factors affecting induced EMF? ഈ ഇൻഡ്യൂസ് EMFനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസസ്. അല്ലേ, സോളിനോഡ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കുറേ വയറുകൾ ഇങ്ങനെ ഹെലിക്കൽ ഷേപ്പിൽ ബൗണ്ട് ചെയ്തിരിക്കുന്നതിനാണ് സോളിനോഡ് എന്ന് പറയുന്നത്. ഈ സോളിനോഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ EMF ഇൻക്രീസ് ചെയ്യാം. Then second factor, increase the current. കറൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് EMF ഇൻക്രീസ് ചെയ്യും. ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ്. അല്ലേ, മാഗ്നറ്റ് വളരെ സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ EMF ജനറേറ്റ് ചെയ്യും. സോ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡ്യൂസ്ഡ് EMF? Number 1, number of turns of coiled conductor. Second one, increase the current. And third one is movement of the magnet and solenoid. And another one is strong magnet. അല്ലേ, മാഗ്നറ്റിൻ്റെ സ്ട്രെങ്തിനനുസരിച്ച് അവിടെ EMF ഇൻഡ്യൂസ് ആണ്. നല്ല സ്ട്രോങ് മാഗ്നറ്റ് ആണെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFും സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, ഇനി ഇൻഡ്യൂസ് EMF മാക്സിമം ആവുന്ന എപ്പോഴാണ്? അതിനൊരു കണ്ടീഷനുണ്ട്. ഇൻഡ്യൂസ് EMF ഈസ് മാക്സിമം വെൻ ദി കണ്ടക്ടർ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആണ് നമ്മുടെ കണ്ടക്ടറെങ്കിൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF മാക്സിമം ആയിരിക്കും. ഇൻഡ്യൂസ് EMF ഈസ് മാക്സിമം വെൻ ദി കണ്ടക്ടർ മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇത് കണ്ടുപിടിച്ചത് ഫ്ലെമിങ്സ് എന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടിച്ച ആ റൂളിന് പറയുന്ന പേരാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ആ റൂൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ റൈറ്റ് ഹാൻഡിലെ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ് ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ പിടിക്കുക. സ്ട്രെച്ച് ദി ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് are mutually perpendicular directions. This forefinger represents the direction of magnetic field. Thumb represents direction of force, and the middle finger represents the direction of magnetic field lines. And this rule is called Fleming's right hand rule. ഈ റൂള് കറൻറ്റിൻ്റെ ഡയറക്ഷൻ, ഒരു കോയിലിൽ ഇൻഡ്യൂസ് ആകുന്ന കറൻറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ദിസ് റൂൾ എന്ന് വെച്ചാൽ ഒന്നുകൂടെ നോക്കുക. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ: സ്ട്രെച്ച് യുവർ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തംബ് ഓഫ് യുവർ റൈറ്റ് ഹാൻഡ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ directions. If the forefinger represents the direction of magnetic field, thumb represents the direction of force, and the middle finger represents the direction of induced current. This rule is called Fleming's right hand rule. Okay.
അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഫാരഡേസ് എക്സ്പെരിമെൻറ്റ് നോക്കുന്നുണ്ടല്ലോ. ബാർ മാഗ്നറ്റ്, സോളിനോയിഡ്, ഗാൽവനോമീറ്റർ, ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ മാഗ്നറ്റ് സോളിനോയിഡിൻ്റെ ഉള്ളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നു. അത് റൈറ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യാം. അതേപോലെ പോളാരിറ്റി അനുസരിച്ചായിരിക്കും അതിൻ്റെ ഡിഫ്ലക്ഷൻ, ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുക. അതിനുശേഷം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് പഠിച്ചു. Whenever there is a change in magnetic flux linked with the coil, an EMF or electricity is induced in the coil, and this phenomenon is called electromagnetic induction. And EMF induced is called induced EMF, and the current thus induced is called induced current. പിന്നെ നമ്മൾ what are the factors affecting induced EMF? ഇതൊക്കെയായിരുന്നു. Number 1, number of turns of coiled conductor increases, strong magnet used, and movement of magnet and solenoid. പിന്നെ നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പഠിച്ചു. ഈ റൂളിൻ്റെ യൂസ് എന്ന് വെച്ചാൽ ടു ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഇൻ എ കണ്ടക്ടർ. എന്തായിരുന്നു ഈ റൂള്? നിങ്ങളുടെ റൈറ്റ് ഹാൻഡിലെ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തംബ്, ദീസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. Forefinger represents the direction of magnetic field, thumb represents the direction of force, and the middle finger represents the direction of induced current. Okay, അടുത്ത ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് വരിക. Okay, thank you.